ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2024 ഈ വർഷം നടന്ന കേരള SSLC എക്സാം റിസൾട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം പുതിയ വീഡിയോസ് യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഈ വർഷം നടന്ന കേരള SSLC എക്സാമിൻ്റെ ടാബുലേഷൻ വർക്കുകളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ആഴ്ച തന്നെ പൂർത്തിയാക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഈ വർഷത്തെ കേരള +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം അടുത്ത ആഴ്ചയോടെ പൂർത്തിയാകും. ഹയർ സെക്കൻഡറിയിൽ ആകെ 77 ക്യാമ്പുകളിലാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. അതിൽ 25 ഡബിൾ വാല്യുവേഷൻ ക്യാമ്പുകളാണ്. ഇവിടെ ആകെ 25,000-ഓളം അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. +1, +2 ഹയർ സെക്കൻഡറി പഠിക്കുന്ന 8.5 ലക്ഷത്തോളം കുട്ടികളുടെ 52 ലക്ഷത്തിൽ പരം ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. അടുത്ത ആഴ്ചയുടെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയിട്ട് വരുന്ന മെയ് മാസം 10-ാം തീയതി അല്ലെങ്കിൽ മെയ് 2ാം വാരത്തിനുള്ളിലോ ഈ വർഷം നടന്ന കേരള +2 എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യാനാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രമം. എന്നാൽ അതിന് തൊട്ട് മുമ്പോ അതല്ലെങ്കിൽ മെയ് 7ാം തീയതിക്കുള്ളിലോ ഈ വർഷം നടന്ന കേരള SSLC എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് നിലവിലിപ്പോൾ വന്നിട്ടുള്ളത്. ഇത് ഓൾറെഡി ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ന്യൂസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ പങ്കുവച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പുതിയ അപ്ഡേറ്റ് വല്ലതും വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ചാനലിൽ നിങ്ങളുമായിട്ട് അറിയിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ.